ഇനി നീ എവിടേക്കോടും? നിന്നെ രക്ഷിക്കേണ്ടവർ തന്നെ നിനക്കെതിരായി മാറി. നിങ്ങളെ അറിഞ്ഞുകൊണ്ട് ചതിക്കുമായിരുന്നു അല്ലേ? നിങ്ങളുടെ വാക്കു വിട്ടതിച്ചല്ലേ എല്ലാം ഞാൻ ചെയ്തത്. പക്ഷേ ഇപ്പൊ എന്നെ ഒറ്റപ്പെടുത്തി. എന്നെ കരുവാക്കി ഞങ്ങൾ നടത്തിയ നാടകം ഇതാ ഈ നിമിഷം ഇവിടെ അവസാനിക്കാൻ പോകുന്നു. അറിഞ്ഞുകൊണ്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്റെ നിങ്ങൾ ഉപയോഗിക്കുകയായിരുന്നത് അറിയാൻ വൈകിപ്പോയി. ഞാൻ അങ്ങനെയാ. ആദ്യം ആകർഷിക്കും, പിന്നെ സ്വയംബോധത്തെ നഷ്ടപ്പെടുത്തി കൂടെ നടത്തിക്കും, പിന്നെ ഒറ്റപ്പെടുത്തും. ആരോരും അറിയാതെ ഈ ലോകത്ത് നിന്ന് പറഞ്ഞേക്കും. എന്റെ ഭാര്യയെ കാണണം. അവൾ ഗർഭിണിയാണ്. എന്റെ കുഞ്ഞിനെ കാണണം. എനിക്ക് ജീവിക്കണം. വെറുതെ വിടണം. ഞാൻ പോയിക്കോട്ടെ. വെറുതെ വിടണം. ദയവായി എന്നെ അതിന് അനുവദിക്കണം. ഇരുവേറ്റി കലാസമിതി അവതരിപ്പിക്കുന്ന നാടകം പൊട്ടിച്ചോട്ട്. ശബ്ദം നൽകിയവർ ആമി, സുനിഷ, ശബരീഷ് കെ കാരക്കുന്ന്, ബിനു പ്രകാശ്, സതീഷ്, സജീഷ്, മിഥുൻ. നൃത്ത സംവിധാനം മേക്കപ്പ് വിനോദ് ഇരുവേറ്റി. നാടകരചന സംവിധാനം ശബരീഷ് കെ കാരക്കുന്ന്. ഈ കുട്ടിയെ വിളക്ക് വെക്കാൻ കാണില്ലാലോ. കളിച്ച് നടക്കന്നെ. ദീപം 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 ദീപം. ആ വന്നോ നീ? പോയി മേല് കഴുകി വന്നേ. നാമം ചൊല്ലിക്കേ. മേലൊക്കെ കഴുകി അച്ഛമ്മേ. എന്നായിരുന്നു നാമം ചൊല്ലുക.
മടി കിടന്നുറങ്ങാനുള്ള പുറപ്പാടാണോ നീ? അച്ഛമ്മേ ഒരു കഥ പറഞ്ഞു തരുവോ? എണീറ്റ് പോവുണ്ടോ നീ? കഥയുമില്ല പാട്ടുമില്ല, പോയി പഠിച്ചേ. എന്താ അച്ഛമ്മേ, നല്ല അച്ഛമ്മയല്ലേ, ഒരു കഥ. നാരായണമ്മേ, ഞാൻ ഇതിലങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. മോളുണ്ടല്ലോ. ജയൻ എവിടെ? എന്താ തട്ടിക്കളിക്കണത്? ആ വെളിച്ചങ്ങനെ മുന്നിക്ക് കാണിക്കുന്നേ. നിങ്ങൾക്കത് പറയാം, ഈ സ്ഥലേ അത്ര നല്ല സ്ഥലല്ല. നീയേ ശരിയല്ല. അല്ല ഷാനെ, ഈ നാട്ടില് പ്രേതം പറയണത് ശരി തന്നെ. നീ ആ പന്തം നടത്തി നടന്നേ, നിന്റെ മുഖം കണ്ടിട്ട് തന്നെ എനിക്ക് പേടിയാവണ്. പറ അച്ഛമ്മേ, ഒരു കഥ. പറയാം. പേടിക്കോ നീ? ഇല്ല, പേടിക്കൂല. പണ്ട് പണ്ട് അച്ഛന്റെ ഒക്കെ ചെറുപ്പകാലത്ത് തനിച്ച് രാത്രി കാലങ്ങളിൽ യാത്ര ചെയ്യുന്നവരൊക്കെ തന്റെ മായാ വലയത്തിലാക്കി വഴി തെറ്റിക്കണ പൊട്ടിച്ചൂട്ടുണ്ടായിരുന്നു. കണ്ണിനെയും മനസ്സിനെയും നിശ്ചലമാക്കി അപകടപ്പെടുത്താൻ ഒളിഞ്ഞും തെളിഞ്ഞും മാറിയും മറിഞ്ഞും പിറകെ കൂടുന്ന പൊട്ടിച്ചൂട്ട്. എന്നിട്ട് ഒരിക്കൽ അച്ഛനെ പൊട്ടിച്ചൂട്ട് വഴി തെറ്റിക്കുകയുണ്ടായി. എമ്പട അച്ഛനെയോ? പറ പറ. എന്നിട്ട് ഒരു കുട്ടിയെ വടിയെടുത്തിറങ്ങിക്കോ, പാടത്ത് പന്നിക്കൂട്ട് ഇറങ്ങിയിട്ടുണ്ട്. വരോ, നീ അന്യ പറയില്ലാട്ട്, ഞാനിവിടെ നോക്കാം. ഒരു കുട്ടിയെ നോക്കേ, ദൂരെ ഒരു ചൂട്ട് കത്തില്. പൊട്ടിച്ചൂട്ടാണെന്നാ തോന്നുന്നത്. എവിടെ? അല്ല, എവിടെ? ഒറ്റൊന്നങ്ങോട്ട് പൊട്ടിച്ചാണ്ടല്ലോ. എവിടെന്ന് ഞാനല്ല ചോദിക്കേണ്ട വേലോ. കണ്ട്, ഞാൻ കണ്ടതാണ്. ചാരായ ഇരിപ്പുണ്ടോ വേലോ കയ്യില്? 2 കുപ്പി ഉണ്ടേന്ന്. ഒന്ന് ഞാൻ തീർത്ത്. വെറുതെ അല്ല ചൂട്ടും പന്തവും കുന്തവും കാണണേ. അങ്ങനെങ്കിൽ മറ്റേ കുപ്പി ഇങ്ങോട്ട് എടുത്താ ഞാനും ചൂട്ടും പന്തവും കാണാൻ പറ്റുമെന്നൊന്ന് നോക്കട്ടെ. കളിയാക്കണ്ട പോരോ. പൊട്ടി അങ്ങനെ മാടി വിളിക്കും. അയില അങ്ങോട്ട് പെട്ടാ പിന്നെ പെട്ടത് തന്നെയാ. ഓ ഓ ഓ ഓ ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഒടിയം വന്ന പിടിച്ച് ഞാൻ അങ്ങോട്ട് ഓടിച്ചു. പൊട്ടി വന്നാലേ 4 അങ്ങോട്ട് പൊട്ടിച്ചു. അതറിയണവര് കോരൂന്റെ അടുത്തേക്ക് കളിച്ചാൻ വരൂല. വരുവോ? പൊട്ടി. ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ ആ പൊട്ടിയുടെ കളിയാ. അവന്റെ പോട്ട ആ പന്നി വാഞ്ഞപ്പ കുപ്പി പൊട്ടിയ കാര്യ പറഞ്ഞ് ഓന്റെ ഒരു പൊട്ടിയും ചൂട്ടും. കോരുകുട്ടിയെ, ഇതിപ്പോ എന്നും കാവലിരിക്കേണ്ടി വരുമല്ലോ. ഈ പന്നിയാൾ ഇതൊക്കെ തിന്ന് തീർത്താപ്പോ കാവിലെ വേലക്ക് കൊടുക്കാൻ കൂടി വിളവുണ്ടാവില്ലല്ലോ. അന്റെ ഒരു ഇക്കുറിയെങ്കിലും കൊടുക്കണുണ്ടോ?
കാവില് കൊടുക്കാനല്ലല്ല വേലോ ഞാൻ കൃഷി ചെയ്യണേ. അവനാന്റെ പള്ളേക്കാക്കിയ അതിനൊക്കൂലൊന്നും. ഇക്കുറിയലും ഈ കാവിലെ വേലക്ക് കൂട് പോരോ? കാവക്ക് ഞമ്മളില്ലേ, കള്ള് ഷാപ്പൊക്കെ വേണമെങ്കിൽ മുന്നിക്ക് ഞാണ്ട്. എന്റെ വിളവിലൊരു ഓരി കാവിലമ്മയ്ക്ക് തന്നെയാ. എല്ലാ പ്രശ്നത്തിനും പ്രയാസത്തിനും കാവിലമ്മയാ കാത്തത്. വിശ്വാസം ഇല്ലേലും നിന്നിക്കണ്ട പോരോ? ഇക്കുറി കാവിലെ വേലക്ക് ആട്ടവും പാട്ടും ഒക്കെ ഉണ്ടെന്നാ പറയണേ. ഈ വന്നില്ലേലും അന്നെ ഞാൻ കൊണ്ടുപോകും. എന്നാടിൻ അമ്മ തിരുവടിയുറയും കാണം. ദേശം പന്തീരാണ്ടുകൾ കാത്തൊരു കാലം, ഹരമായി ഭഗവതി തിരുമുടി ഉയരും കാലം. ശങ്കര തനയേ ദൈത്യവിനാശേ സംഹാരി ആസുരനാശിനി ഭൈരവി രൂപേ. മതഗത വ്യാഘ്രോടകളിലകേ കയ്യിൽ വട്ടകവാളുവേന്തി വരേണേ.
മൂലകും മുലയുമ്പോൾ കൂളികളുടെ നർത്തനമായി കാരിക കണ്ഠം വെട്ടിയറുക്കുമ്പോൾ ഭൂമി ചോര ചാന്തിൽ മുങ്ങുന്നേ. രുതിരത്തിൽ നീരാടി കോപത്തിൻ കൊടുമുടിയിൽ മുടിപോൽ നാഗം ജടയായി എഴുന്നേ മുഴുതിക്കളമായി ഭുവനം മാറുന്നേ. തിരുമേനിയുരുക്കിയ കാഞ്ചനം എന്ന കണക്ക് ജ്വലിക്കുമ്പോൾ വിളകെ അരമണികളെ ബാലകളോടി ഒളിക്കുമ്പോൾ തങ്കത്തിരുവാളുലയുന്നേ കലിയത് വീരാത്രയുന്നേ. കൈലാസത്തിൻ നാഥനും മുന്നിൽ കോപം തീർത്തിടാൻ രുദ്രൻ മുന്നിൽ വന്നു കിടക്കി അമ്മ തിരുവടിയാ. മൂന്നാം തൃക്കണ്ണഗ്നി ജ്വാലകൾ മുത്തായി മാറുന്നേ. മലകൾ പോലുള്ളൊരു മാതൃത്വത്തിൻ പാല് ചുവക്കുന്നേ. കാവിലമ്മ ശക്തിയോടെ വഴിവെട്ടി വെളിച്ചം കാണിച്ച് ഈ നാടിനെയും എന്നും ചേർത്ത് പിടിച്ചിട്ടുണ്ട്. നാടും നാട്ടുകാരും ഒത്തൊരുമിച്ച് കാവിലമ്മയ്ക്ക് മുമ്പിൽ സന്തോഷം പങ്കുവയ്ക്കുമ്പോഴും അമ്മയുടെ മനസ്സിലെ ദുഃഖം തലമുറകൾ മാറും തോറും തന്റെ ചിട്ടകളും ആചാരങ്ങളും എല്ലാം പതുക്കെ മറന്നു തുടങ്ങുന്ന കുട്ടികൾ എന്നുള്ളത് വഴിതെറ്റിപ്പോകുന്ന ഉണ്ണികളെ ഇവരിൽ ഇനിയും ഉണ്ടാകും. അവർക്ക് വെളിച്ചം നൽകാൻ കാവിലമ്മ കൂട്ടുകാരുണ്ടാവും. ഓരോ തലമുറയും തങ്ങളുടെ പൈതൃകത്തെ ചേർത്ത് പിടിച്ച് വിശ്വാസത്തെ വളർത്തുക. ആ വിശ്വാസമാണമ്മ പിടയുന്ന മനസ്സുകളെ കൈപ്പിടിച്ച് ഉയർത്തുന്നവളാണമ്മ. വിളിച്ചാൽ വിളിപ്പുറത്തുണ്ടാവും അമ്മ. എല്ലാത്തിനും എതിർത്ത് ദോഷം വരുത്തേണ്ട കോരോ. കാവിലമ്മ വെറും ഒരു വിശ്വാസം മാത്രമല്ല, ജീവിതത്തിലൊരു ആശ്വാസം കൂടിയാ. ഇത് വേഗം അങ്ങോട്ട് നടന്ന ഇരുട്ടോട് ഇരുട്ട്. കാവിലമ്മ ഉത്സവം കൊടിയേറ്റ് പാട്ട് കൂത്ത് എന്നും പറഞ്ഞ് ഇനി എന്നെ വിളിക്കരുത് വരുമോ? അതിലാരോ ചൂട്ടും കൊണ്ട് പോയല്ലോ വരുമോ? എവിടെ? കോരിക്കുട്ടിയെ വഴിതിരിക്കണ പൊട്ടിച്ചൂട്ടാ. ഇനി ഇവിടെ നിൽക്കണ്ട, ഓടിക്കോ. നിനക്ക് പേടിണ്ട് നീ പോ. കോരൂനെ വഴി തിരിക്കാൻ വരുന്നവരെ ഓടിക്കാം. കോരൂന
ഒന്നിലും വിശ്വാസമില്ലാതിരുന്ന എന്നെ നീ രക്ഷിച്ചു. കൂടെയുള്ളവരൊക്കെ ഭയപ്പെട്ടോടി. എന്നെ വഴിതെറ്റിക്കാനെത്തിയ പൊട്ടിച്ചൂട്ടിന്റെ കരങ്ങളിൽ അകപ്പെടാതെ എന്നെ കാത്തു. ഒന്നിനോടും ഭയമില്ലാത്ത, ബഹുമാനമില്ലാത്ത, ഭക്തിയില്ലാത്ത എന്നെ വലിയൊരു പാഠം നീ പഠിപ്പിച്ചു. അമ്മയ്ക്ക് വേണ്ടി, ഈ കാവിന് വേണ്ടി എന്നാൽ കഴിയുന്നതല്ല എന്റെ മരണം വരെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ ജനിച്ച കുലം, എന്റെ നാടിന്റെ പൈതൃകം, ഞാൻ ജീവിതത്തോട് ചേർക്കേണ്ട ആചാരനുഷ്ഠാനങ്ങൾ എല്ലാം പാലിക്കുന്നതോടൊപ്പം വരും തലമുറയെ ചിട്ടയായ ജീവിതത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കതായ പഠനം ഞാൻ നൽകും. അമ്മേ, കാവിലമ്മേ. അച്ഛനെ കാവിലമ്മ രക്ഷിച്ചു അല്ലേ? ഇന്നും ഒറ്റപ്പെടുത്തി വഴിതിരിക്കുന്ന പൊട്ടിച്ചൂട്ടുണ്ടോ അച്ഛമ്മേ? ഈ പുതിയ കാലത്ത് ഒറ്റപ്പെടുത്തി വഴി തെറ്റിച്ച് അപകടപ്പെടുത്താൻ വരുന്നത് ചൂട്ടേന്തിയ പൊട്ടിയല്ല, മനുഷ്യരാ. വാക്കുകൊണ്ടും വർത്താനം കൊണ്ടും മനുഷ്യനെ പാട്ടിലാക്കി മനുഷ്യനെ ഇല്ലാതാക്കുന്ന മനുഷ്യൻ. ചൂട്ടിന് പകരം കത്തിയും കഠാരയും പോലുള്ള ആയുധങ്ങളുമായും ലഹരിയും പണവും പോലുള്ള ആളെ മയക്കുന്ന വിഭവങ്ങളുമായും ഇന്നും നമുക്കിടയിൽ എവിടെയൊക്കെയോ പൊട്ടികളുണ്ട്. പുതിയ കാലത്തിന്റെ പൊട്ടികൾ സൂക്ഷിക്കണം. മനുഷ്യൻ മനുഷ്യനെ കൊല്ലേ എന്തിനെ? മോള് ജനിക്കും മുമ്പ് മോളുടെ അച്ഛൻ ജയൻ അങ്ങനെ പുതിയ കാലത്തിന്റെ പൊട്ടികളുടെ കത്തിക്ക് ഇരയായതാ. അവൾ ഗർഭിണിയാണ്. എന്റെ കുഞ്ഞിനെ കാണണം, എനിക്ക് ജീവിക്കണം. വെറുതെ വിടണം, ഞാൻ പോയിക്കോട്ടെ. വെറുതെ വിടണം, ദയവായി എന്നെ അതിന് അനുവദിക്കണം. അവൻ അച്ഛനെ പോലെ തന്നെയായിരുന്നു. ആരെയും ഭയമില്ല, ബഹുമാനമില്ല. കാവിലൊന്ന് കുളിച്ചു തൊഴാൻ പറഞ്ഞാ പോലും അച്ഛമ്മേ, കാവിലേക്ക് ചെല്ല്, അച്ഛമ്മ പതുക്കെ അങ്ങ് എത്തിക്കോളാം.
അച്ഛാ അച്ഛനെ കണ്ടപ്പോ ശരിക്കും കാവിലമ്മ മുന്നിൽ വന്നെന്ന് കരുതി. എന്റെ പൊന്നു മോളെ, എപ്പോഴും ഇങ്ങനെ ചേർത്ത് പിടിച്ച് രക്ഷിക്കാൻ അച്ഛനെ പല ദുഷ്ടന്മാരുടെയും കൈകളിൽ നിന്ന് രക്ഷിച്ചത് ഉമ്മടെ കാവിലമ്മയാ. വലിയൊരു വിപത്തിൽ നിന്ന് കരകയറ്റി എന്റെ മോളെ ചേർത്ത് പിടിക്കാൻ പൊതുജീവൻ നൽകിയ കാവിലമ്മയ്ക്കുള്ള വഴിപാടാ ഈ വേഷം ധരിച്ച്. ഭയം, ഭക്തി, ബഹുമാനം ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്ന വലിയ ശീലങ്ങൾ തന്നെ.